കഴിഞ്ഞ ദിവസം വൈറലായൊരു വീഡിയോ ഉണ്ടായിരുന്നു. നടി കാവ്യ മാധവനും അമ്മയും മകളും, അതായത് മാമാട്ടിയും മെൻ്റലിസ്റ്റ് ആദിയുടെ ഒരു ഫംഗ്ഷന് പോയത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലൊട്ടാകെ നടന്നെങ്കിലും ചെന്നൈയിൽ വെച്ച് മാത്രമാണ് കാവ്യയ്ക്ക് അതിൽ പങ്കെടുക്കാനൊരു അവസരം ലഭിച്ചത് എന്ന് കാവ്യ പറയുന്നു. അതുപോലെ തന്നെ ഒരു മെൻ്റലിസ്റ്റ് എന്ന രീതിയേക്കാളും മുൻപേ തന്നെ അദ്ദേഹത്തിനെ നന്നായി അറിയുന്നൊരു വ്യക്തിയാണ് കാവ്യ എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സെക്ഷനിടയിൽ തന്നെ കാവ്യ വിങ്ങിപ്പൊട്ടുന്നൊരവസ്ഥയിലും ഉണ്ടായി എന്നും പറയുന്നു. എൻ്റെ മകൾ എങ്ങനെ ഇതൊക്കെ കടന്നു വരും എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അതിനിപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അതിനനുസരിച്ച് ഇപ്പോഴാണ് അത് സംസാരിക്കാൻ പറ്റിയതും. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. ഓരോ തവണയും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വളരെയധികം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. പ്രേക്ഷകർ വളരെയധികം തന്നെ നന്നായി സംസാരിക്കുന്നുണ്ട്. കാവ്യ ഇപ്പോൾ ആ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. കാവ്യ ഇതിൻ്റെ ഇടയിൽ വിങ്ങിപ്പൊട്ടുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാമാട്ടി ഒപ്പം ഇരിക്കുമ്പോൾ പോലും കരയാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത കാവ്യയെ കരയിപ്പിക്കുകയായിരുന്നു. അത്രയേറെ സംഭവങ്ങൾ തന്നെയാണ് ആ ഒരു സമയത്ത് ഉണ്ടായത്. ഇൻസോമിനിയ എന്ന് പറയുന്നൊരു പരിപാടിയായിരുന്നു ഇത്. മെൻ്റലിസ്റ്റ് ആദി എന്ന വ്യക്തി പലയിടത്തായി നടത്തുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോയ്ക്ക് ഒരുപാട് പേരൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇവർ പങ്കെടുത്ത സ്ഥലം തന്നെ എല്ലാവർക്കും അറിയാം. KS ചിത്ര ഉൾപ്പെടെ പലരും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും അവിടെ പങ്കെടുത്തത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു. എൻ്റെ മകൾ എങ്ങനെ ഇത് മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞുകുട്ടിയല്ലേ, അത് മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ. പക്ഷേ അവളും നന്നായി ഇത് എൻജോയ് ചെയ്തു. അവൾക്ക് നന്നായി ഇത് മനസ്സിലാവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സറിഞ്ഞ് ചിരിച്ചു, മനസ്സറിഞ്ഞ് കരഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി എന്ന് കാവ്യ പറയുന്നുണ്ട്. കുറേ നാളായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നിരുന്നിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു പോയി എന്ന് പറയുന്നു. മെൻ്റലിസ്റ്റ് ആയതിനു ശേഷം ഇവൻ്റെ ഒരുപാട് പരിപാടികൾ കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും സാധിച്ചില്ല. എന്നാൽ ഇത്തരം പ്രശസ്തിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ എല്ലാത്തിനും കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയായിരുന്നു. കാവ്യയുമായി വളരെയധികം അടുപ്പമുള്ള വ്യക്തിയാണ് ഈ മെൻ്റലിസ്റ്റ് ആദി എന്ന ആ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതനുസരിച്ച് തന്നെയാണ് പിന്നീട് ഓരോരുത്തരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രേക്ഷകർ ഓരോരുത്തരും ആ വാക്കുകളെക്കുറിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കാവ്യ കരഞ്ഞുവെന്നും അങ്ങനെ കരയാൻ മാത്രമുണ്ടായ സംഭവം എന്താണ് എന്നുകൂടി അറിയുന്നുണ്ട്. ഇൻസോമിനിയ എന്ന് പറയുന്ന മെൻ്റലിസ്റ്റ് ആദിയുടെ ഈ പരിപാടിയിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അത്ഭുതങ്ങളും മാജിക് ട്രിക്കുകളും മാത്രമല്ല കാണിക്കുന്നത്. മറിച്ച് നമ്മുടെ മനസ്സ് മറന്നുപോയ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉൾത്തളങ്ങളിലുള്ള സന്തോഷവും സങ്കടവും ദേഷ്യവും ഉണർത്തുന്ന കാര്യങ്ങൾ, ഇങ്ങനെ പലതിനെല്ലാം ഉണർത്തി കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണത്. അതുകൊണ്ട് തന്നെയാണ് കാവ്യ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെയധികം വികാരഭരിതയായത് എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മയുൾപ്പെടെ എൻ്റെ കൂടെയുള്ള പലരും ആദിയുടെ ഷോ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്കിപ്പോഴാണ് ഇവൻ്റെ ഷോ കാണാൻ സാധിച്ചത്. കേരളത്തിലുണ്ടായിട്ട് പോലും ഇങ്ങ് ചെന്നൈയിൽ വന്നാണ് എനിക്ക് കാണേണ്ടി വന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടായി. അത്രയേറെ തിരക്കിലാണ് ഇപ്പോൾ അവൻ. ഇത് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും അദ്ദേഹം കാവ്യയ്ക്ക് ഒരു ഉമ്മ നൽകുന്നതും എല്ലാം തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വികാരഭരിതമായ ഒരു വാർത്ത തന്നെയാണത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.